പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലം തൊട്ട് അല്ലെങ്കിൽ 2-3 മാസക്കാലം തൊട്ട് ഒരു ട്രെൻഡാണ് സത്യഭാമ എന്നുള്ളൊരു പേര്. അതായത് ആരെന്ത് തെറ്റ് ചെയ്താലും ഉടനെ നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പേര് സത്യഭാമ എന്നാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ആസിഫ് അലിയുടെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ട്രെൻഡിങ്ങിൽ കയറി നിൽക്കുന്ന ഒരു പേര് കോട്ടിട്ട് സത്യഭാമ എന്നാണ്. ആരെന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ഉടനെ തന്നെ അവർക്കൊരു പേര് നൽകുകയാണ് സത്യഭാമ എന്ന്. ഞാൻ ആദ്യം തന്നെ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഞാൻ നല്ലോണം കറുത്ത് തടിച്ചിട്ടുള്ള ഒരാളാണ്. നല്ല തടിയുണ്ട്, നല്ലോണം കറുത്തിട്ടുമാണ്. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നല്ലോണം മെലിഞ്ഞിട്ടായിരുന്നു, നല്ലോണം കറുത്തിട്ടുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ കറുത്ത നിറമുള്ള ആളായതുകൊണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പരിഹാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. എനിക്ക് പല കുട്ടികളും, ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികളും എൻ്റെ ഒരു നിറത്തിൻ്റെ പേരിൽ മാത്രം എന്നെ അകറ്റി നിർത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ ഈ ഒരു RLV രാമകൃഷ്ണൻ്റെയും സത്യഭാമയുടെയും വിവാദം വരുന്നത് വരെ ഞാൻ എവിടെയും സത്യഭാമ എന്ന പേര് ഞാൻ വേദനിക്കുന്ന സദസ്സിലോ അല്ലെങ്കിൽ ഞാൻ വിമർശിക്കപ്പെടുമ്പോഴൊന്നും ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണ സമയമൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ മലബാർ ഏരിയയിലേക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഗ്ലാമറുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ, പൊന്നും പൈസയും വേണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ ഒരുപാട് ചെറുപ്പക്കാർ മുന്നോട്ടേക്ക് വരും. തൻ്റെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളെ പൊന്നും പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ. പക്ഷേ നല്ല കറുത്ത പെൺകുട്ടികളെ പൊന്നും പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ ഒരു നട്ടിലുള്ള ചെറുപ്പക്കാരനെ പോലും മുന്നോട്ടേക്ക് നമ്മൾ കാണില്ല. അഥവാ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ കല്യാണം കഴിച്ചാൽ തന്നെ, ഒരു നല്ല കറുത്തൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചാൽ തന്നെ അത് ആ ആൾക്ക് എന്തെങ്കിലും ഒരു നിവൃത്തികേട് കൊണ്ടായിരിക്കും ആ ആൾ അങ്ങനെ കല്യാണം കഴിക്കുന്നത്. ഒന്നെങ്കിൽ വീട്ടിലെ സാഹചര്യം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും കറുത്ത നിറമുള്ള ഒരു പെൺകുട്ടിനെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കും. മലബാർ ഏരിയയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത പക്ഷം എന്താ പറയുക, നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളെ ആയിരിക്കും എല്ലാവർക്കും, എത്ര കറുത്ത നിറമുള്ള ചെറുപ്പക്കാർക്കും നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെയാണ് മലബാർ ഭാഗത്തേക്ക് വേണ്ടത്. എൻ്റെ കല്യാണ സമയത്തൊക്കെ, എൻ്റെ കല്യാണം കഴിഞ്ഞത് 2011-ലാണ്. അന്നൊന്നും ഇന്നത്തെ പോലെ 18 വയസ്സ് വിവാഹപ്രായം എന്നൊരു നിയമം വന്നിട്ടില്ല, പാസ്സായിട്ടില്ല. അപ്പോൾ ഞാൻ +1 പഠിക്കുന്ന സമയം തന്നെ മിക്ക കുട്ടികളുടെയും കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിക്കുന്ന മിക്ക കുട്ടികളുടെയും കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും ഓരോരോ വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. എൻ്റെ അനിയത്തിയാണെങ്കിൽ എന്നെക്കാളും കുറച്ചും കൂടെ ഗ്ലാമറുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ആ ഒരു 2010-2011 സമയങ്ങളൊക്കെ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളെ കല്യാണം ഒന്നെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉറപ്പിച്ചിട്ടിട്ടുണ്ടാവും. ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് ആളുകളുടെ നോട്ടം, കല്യാണ ബ്രോക്കർമാരുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ നോട്ടം പെട്ടെന്ന് എൻ്റെ അനിയത്തിയിലേക്കായിരിക്കും. കാരണം അവൾ എന്നെക്കാട്ടിലും ഹൈറ്റും ഉണ്ട്, കളറും ഉണ്ട്, സൗന്ദര്യവും ഉണ്ട്. അങ്ങനെ വീട്ടിലേക്ക് ബ്രോക്കർമാർ അന്വേഷിച്ച് വരിക എൻ്റെ അനിയത്തിയായിരിക്കും. അപ്പോൾ എൻ്റെ ഉമ്മ പറയും, ഉപ്പ അന്ന് ഗൾഫിലായിരുന്നു, ഉമ്മ പറയും അവളല്ല മൂത്തത്, മറ്റേ ആളാണ്, അവൾക്ക് നല്ലൊരു ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുവരണേന്ന്. അപ്പോൾ ബ്രോക്കർമാർ എൻ്റെ ഉമ്മയോട് പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ആൺകുട്ടികൾ ഞങ്ങളോട് ഇങ്ങോട്ട് പറയാണ്, ആപ്പിൾ പോലത്തെ മുഖം വേണം, വെളുത്ത് ചുവന്ന് തുടുത്ത പെൺകുട്ടിയാവണം, ഇത്ര മുടി വേണം, ഇത്ര വണ്ണം വേണം, അങ്ങനെയൊക്കെ ചെക്കന്മാർ ഇങ്ങോട്ട് ഒരു നാണമില്ലാതെ പറയാണ്. നല്ല കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ബ്രോക്കർമാർ പോവും. പക്ഷേ പിന്നെ അവരെ ആ വഴിക്ക് എൻ്റെ വീട്ടിൻ്റെ ഒരു പരിസരത്തേക്ക് പിന്നെ ആ ബ്രോക്കർമാരെ കാണില്ല. വീണ്ടും എൻ്റെ അനിയത്തിയെ അന്വേഷിച്ച് ആരെങ്കിലും വരുമ്പോൾ അപ്പോഴും ഉമ്മ പറയും മൂത്തത് മറ്റേ ആളാണ്, അവൾക്ക് നല്ലൊരു ആലോചന കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അപ്പോഴും ഇതേ മറുപടി, നേരത്തെ ഞാൻ പറഞ്ഞ അതേ മറുപടി തന്നെയായിരിക്കും ബ്രോക്കർമാരുടെ ഭാഗത്തു നിന്ന് വരിക. വാസ്തവത്തിൽ ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ആരാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് എനിക്ക് കല്യാണം കഴിയണമെന്നുള്ള ആഗ്രഹമൊന്നും വാസ്തവത്തിലില്ലായിരുന്നു.
എൻ്റെ കല്യാണം കഴിയണം, എനിക്കൊരു ഭർത്താവ് ഉണ്ടാവണം, കുടുംബം വേണം, കുട്ടികൾ വേണം, ഒന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എന്നെ കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാനും എൻ്റെ അനിയത്തിയും ഒരേപോലെ ഒരേ വലിപ്പത്തിൽ 2 പെൺകുട്ടികൾ, എന്നെക്കാളും ഗ്ലാമർ എൻ്റെ അനിയത്തി. അങ്ങനെ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ എല്ലാവരും ഇങ്ങനെ പേടിപ്പിക്കാൻ തുടങ്ങി. വേഗം മൂത്ത ആളെ കല്യാണം കഴിപ്പിച്ച് വിടണം, അല്ലെങ്കിൽ മൂത്ത ആൾ അവിടെ നിന്ന് പോകും, രണ്ടാമത്തോളെ കാണാനാണ് ഭംഗി എന്ന് പറഞ്ഞിട്ട് ഉപ്പാനെയും ഉമ്മാനെയും അന്ന് എല്ലാവരും പേടിപ്പിക്കും. പിന്നെ ബ്രോക്കർമാരോടൊക്കെ വല്ലാതെ ഉപ്പയും ഉമ്മയൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർ കല്യാണാലോചന കൊണ്ടുവരിക പൊന്നും പൈസയും ഒക്കെ ആവശ്യമുള്ള ചെറുപ്പക്കാരെ ആയിരിക്കും. ഇപ്പോൾ സഹോദരിയുടെ കല്യാണത്തിന് പൊന്നും മറിഞ്ഞു, എന്താ പറയുക, ഒരു തിരുമറി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ വീട്ടിൽ ആളില്ല, വീട്ടിൽ സഹായത്തിന് ഉപ്പനെയും ഉമ്മനെയും നോക്കാൻ ആൾ, അങ്ങനെയൊക്കെയുള്ള ആലോചനകളൊക്കെ ആയിരിക്കും ബ്രോക്കർമാർ കൊണ്ടുവരിക. എന്നിട്ട് പോലും ആളുകൾക്ക്, ഈ ചെറുപ്പക്കാർക്ക് അവരുടെ ഒരു സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് എന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരുപാട് എന്താ പറയുക ആലോചനകൾ എനിക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ, ഏതെങ്കിലും കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു നെടുവീർപ്പിടുക. എന്നിട്ട് എന്നെ സമാധാനിപ്പിക്കും ആൾക്കാർ, ബേജാറാവേണ്ട മോളെ, വേഗം കല്യാണം ശരിയായിക്കോളൂ എന്ന്. ഞാനിതിങ്ങനെ ബേജാറും പിടിച്ച് നടക്കണമല്ലോ, എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, പഠിച്ചോനെ, ഞാൻ കറുത്തിട്ടാണല്ലോ. എനിക്കതിൻ്റെ പേരിൽ യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. എൻ്റെ കല്യാണം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുമില്ല. പക്ഷെ നാട്ടുകാർക്ക് ഭയങ്കര ആവലാതിയായിരുന്നു എൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഞാൻ കേൾക്കാത്ത പേരാണ് സത്യഭാമ എന്ന പേരാണ് ഇന്ന് കുറേ കാലം, കുറച്ച് മാസങ്ങളായിട്ട് എവിടേക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും കേട്ട് വരുന്നത്. ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു മേഡം, അവർ മീഡിയാസിൻ്റെ മുന്നിൽ വന്നിട്ട് വളരെ ധൈര്യപൂർവ്വം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവർ പറഞ്ഞത്, ഈ കറുത്ത പെൺകുട്ടികൾ ഡാൻസ് കളിച്ചാൽ അവർക്ക് സമ്മാനം കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അവരെ പഠിപ്പിക്കും, ഡാൻസ് പഠിപ്പിക്കും, പക്ഷെ അവരെ വേദിയിൽ കയറ്റിയില്ല എന്ന്. എത്ര ധൈര്യത്തോട് കൂടിയിട്ടാണ് അവർ മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ഇങ്ങനെ വളരെ ധൈര്യത്തോടു കൂടി ഇങ്ങനെ പറയാൻ എവിടുന്ന് കിട്ടി? അതിനുള്ളൊരു സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു കറുത്ത നിറമുള്ളൊരു അവതാരികയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ കുട്ടിക്കാലത്ത് ദൂരദർശനിൽ സജീവമായിരുന്നൊരു പരസ്യമായിരുന്നു ഫെയർ ആൻഡ് ലവ്ലിയും കാവേരിയും. അന്ന് എല്ലാവരും എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ കളിയാക്കി പറയും, മൂത്ത മോൾക്ക് കാവേരി വാങ്ങി കൊടുക്കണം, ഫെയർ ആൻഡ് ലവ്ലി വാങ്ങി കൊടുക്കണം, വെളുക്കട്ടെ, അല്ലാഞ്ഞാൽ ഓൾ നിങ്ങൾക്ക് ബാധ്യതാവും എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും. അന്ന് ഇങ്ങനെയൊക്കെ എൻ്റെ ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും പറഞ്ഞത് സത്യഭാമയായിരുന്നോ എന്ന് ചിന്തിച്ച് നോക്കുക. സത്യഭാമമാർ ഒരു സ്ത്രീയുടെ പേര് വെച്ചിട്ട് ഒരുപാട് തെറ്റുകളെ ഉപമിക്കുക എന്ന് പറയുന്നത്, അത് ആ ഒരു സ്ത്രീയോട് കാണിക്കുന്ന അനീതിയില്ല. അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നു, സംഭവം ശരിയാണ്. പക്ഷേ ഇവിടെ വാസ്തവത്തിൽ യഥാർത്ഥ തെറ്റുകാരാരാണെന്നൊന്ന് ചിന്തിച്ച് നോക്കും. എനിക്ക് ഒരു സത്യഭാമ എന്ന ആ ഒരു മേഡം പറഞ്ഞതിൽ ഒരിക്കലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ അവർ പറഞ്ഞ ആ ഒരു തെറ്റിൻ്റെ പേരിൽ പിന്നെയുള്ള എല്ലാ തെറ്റുകൾക്കും അവരുടെ പേരിട്ട് വിളിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രശ്നമാണ്. എന്താ നമ്മുടെ ഈ ഒരു ട്രെൻഡിങ്, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ട്രെൻഡിങ് എങ്ങനെ ആയിപ്പോയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ന്യൂസ് ചാനലിൽ ഒരു ലേഡിയെ, ആ ചാനലിലെ അവതാരികയെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട്, സത്യഭാമയുടെ മുഖം ഇങ്ങോട്ട് വെക്കൂ, ഞാൻ പറയുന്നില്ല, അത് വെച്ച് അവരുടെ മുഖത്ത് ഉരസാനാണെന്ന് പറയുന്നുണ്ട്. ഒരു സ്ത്രീയോടാണ് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ ചെയ്ത തെറ്റ് ഒന്നുമല്ല, എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ കമൻറ്റുകൾ, പൊളിച്ചു, തിമിർത്തു, അങ്ങനെ തന്നെ വേണം, നല്ല മറുപടി ചേട്ടാ, സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ആ ഒരു പ്രയോഗത്തെ സപ്പോർട്ട് ചെയ്തിട്ട്. ഒരു സ്ത്രീയോട് ഇത്രയ്ക്കും എന്താ പറയുക, മോശമായിട്ട് ഒരു ചാനലിൽ ഒരുപാട് 10,000-കണക്കിന് വ്യൂവേഴ്സുള്ള ഒരു ചാനലിൽ വിളിച്ചിട്ട് ആ ചാനലിലത്തെ അവതാരികയോട് മറ്റൊരു സ്ത്രീയുടെ മുഖം ഇങ്ങോട്ട് വെക്കുക, എൻ്റെ സ്വകാര്യ ഭാഗം അവരുടെ മുഖത്ത് വെച്ച് ഉരസും എന്ന് പറയാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ധൈര്യം ഉണ്ടായി. ഇത് ആരുടെ കുറ്റമാണ്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഒരു തെറ്റല്ലേ? ഞാനതിങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ അവതാരിക തന്നെ ആകെ ഷോക്കായിപ്പോയി. എനിക്ക് വാസ്തവത്തിൽ ആ അവതാരികയോട് സഹതാപമാണ് തോന്നിയത്. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ആ അവതാരികയാണ് വാസ്തവത്തിൽ എല്ലാവർക്കും ഇടയിൽ
പരിഹാസ്യമായി പോയത്. സത്യഭാമ ചെയ്ത തെറ്റിനും ആ ആൾ ചെയ്ത തെറ്റും ആ അവതാരിക ശരിക്കും വല്ലാതെ ആയിപ്പോയി. ഒരുപാട് എന്താ പറയുക, ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കിന് ഇരയായ ഒരു സ്ത്രീയാണ് സത്യഭാമ. എനിക്കെന്തോ അവരോട് സഹതാപമാണ് തോന്നിയത്. അവരുടെ വായിൽ നിന്ന് അങ്ങനെ വീഴുകയും ചെയ്തു, അവരെല്ലാവരും കൂടി ഇട്ട് പഞ്ഞിക്ക് ഇടുകയും ചെയ്തു. എന്നിട്ടും അവരുടെ പേര് ഇപ്പോൾ കോട്ടിട്ട സത്യഭാമ, ഈ ആഷിഫ് അലിയുടെ ആ ഒരു ഇഷ്യൂലൊക്കെ പുതിയൊരു ട്രെൻഡിങ് വേർഡ് കോട്ടിട്ട സത്യഭാമ. ആരെന്ത് തെറ്റ് ചെയ്താലും ഉടനെ അത് സത്യഭാമ വെച്ച് കമ്പയർ ചെയ്യുക. അത് ആ ഒരു സ്ത്രീയെ കുറ്റം പറയുന്ന ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, നിങ്ങളുടെ ഒരു ജീവിത പങ്കാളി കറുത്ത നിറമുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറുത്ത നിറമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങളത് ഉപയോഗപ്പെടുത്തുമോ? എല്ലാവർക്കും വേണ്ടത് വെളുത്ത നിറമുള്ള ഭർത്താവിനെയും വെളുത്ത നിറമുള്ള ഭാര്യയുമാണ് വേണ്ടത് എല്ലാവർക്കും. ഈ കമൻറ്റ് ബോക്സിൽ ന്യൂസ് ചാനലുകളുടെ താഴെയൊക്കെ കമൻ്റ് ഇടുന്ന ഒരുപാട് മാന്യന്മാരായ പുരുഷന്മാരും സ്ത്രീകളും, ഞാൻ ഈ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, എന്നിട്ടിപ്പോൾ ശരിക്കും ഇവരുടെ ഹസ്ബൻഡ് ശരിക്കും കറുത്ത നിറമുള്ള ആളായിരിക്കുമോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ട് ഇതൊരു ചെറുപ്പക്കാരന് ഒരുപക്ഷെ കറുത്ത നിറമുള്ള ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ തയ്യാറാവുമോ എന്ന് ഞാൻ ചിന്തിക്കും. ആദ്യം സ്വന്തം മനസ്സ് നന്നാക്കുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുക. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ സത്യഭാമ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൽ യാതൊരു ഡൗട്ടുമില്ല. ഒരു തെറ്റിനെ നമ്മൾ ക്ലിയർ ആക്കേണ്ടത് മറ്റൊരു തെറ്റിലൂടെയല്ല. നമ്മുടെ മൗനം പോലും ശത്രുക്കൾക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായി പോകുമെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ മൗനം കാണിക്കണം എന്നല്ല, നമ്മൾ തെറ്റുകൾക്കെതിരെ മിണ്ടാതെ നിൽക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു തെറ്റിനെ നേരിടുമ്പോൾ ഒരല്പം മാന്യത കാണിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.